വാഹന നമ്പർ പ്ലേറ്റിന് 59 കോടിയിലധികം രൂപ. ദുബായിൽ നടന്ന ലേലത്തിൽ ഒരു ഇന്ത്യക്കാരനാണ് ഈ നമ്പർ പ്ലേറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. വളരെ പ്രമുഖനായ ഒരു ഇന്ത്യൻ വ്യവസായി ദുബായിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും 5 വർഷത്തേക്ക് തടവിലാക്കപ്പെടുകയും ചെയ്തു. 1972 കുവൈത്തിൽ ജനനം. പിന്നീട് അങ്ങോട്ട് യുഎയിലും ഇന്ത്യയിലും യുഎസിലടക്കം ഒരുപാട് ബിസിനസ്സുകൾ, റിയൽ എസ്റ്റേറ്റ് പോലുള്ള എക്സ്പാൻസ് പ്രോജക്റ്റുകളൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തി 2016 നമ്മളുടെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ ദുബായിലെ D5 33 മില്യനാണ് പുള്ളി ആ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് കരസ്ഥമാക്കിയത്. അന്നേ സമയം നമുക്ക് ആളെപ്പറ്റി ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ നിരന്തരം നമ്മളൊക്കെ വാച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇന്ത്യയിലെ ഒരു വ്യവസായി എന്നുള്ള നിലക്ക് മാത്രമേ അന്നത്തെ എൻ്റെ അറിവുണ്ടായിരുന്നുള്ളൂ. പിന്നീട് കാലങ്ങൾ നമ്മൾ ദുബായിലേക്ക് എത്തിയതിനു ശേഷമാണ് ഏറ്റവും കൂടുതലായിട്ട് അയാളുടെ വീടിന്റെ വീഡിയോ, അതുപോലെ പുള്ളി നടത്തുന്ന ചില ഇവന്റുകളുടെ ഒരു ലോക്കൽ പോലെ തന്നെ നമുക്ക് തോന്നിക്കപ്പെടുന്ന രീതിയിലുള്ള വളരെ വലിയൊരു വ്യവസായിയായിരുന്നു അദ്ദേഹം ഇപ്പോൾ മണി ലോണ്ടറിംഗ് കുറ്റത്തിന് അദ്ദേഹത്തിന്റെ 150 മില്യണോളം വരുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടാനും 5 ലക്ഷം ദിർഹം പിഴയും 5 വർഷം തടവും 33 പേരടങ്ങുന്ന ഒരു സംഘത്തിലെ ഒരാളായിട്ടാണ് അയാളെയും പിടിക്കപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മകനടക്കം ഇന്ന് അതിൽ കുറ്റവാളിയാണ്. അപ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ 2 ദിവസം മുന്നത്തെ ന്യൂസ് കണ്ടപ്പോൾ എനിക്കൊരു ഷോക്കായി. ഒരു രജിസ്ട്രേഷന്റെ ഭാഗമായിട്ട് ഇയാളുടെ സെക്രട്ടറി ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അയാളോട് അന്ന് സംസാരിക്കുമ്പോഴും നമുക്കറിയാം, രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ നമ്പർ കാണുമ്പോഴാണ് അബുദാബിയിലെ ഒരു ഫെമിലിയർ നമ്പർ പുള്ളി ഇതുപോലെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 2 വർഷത്തിനടുത്ത്. അപ്പം അന്നാണ് ഞാനും ഇദ്ദേഹത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത്. പുള്ളി വരുമ്പോഴെപ്പോഴും ഒരു 3-4 ജീവാഗൺ ഉണ്ടാവും, ഒരുപാട് സെക്യൂരിറ്റി, അങ്ങനെയുള്ള ഒരു എന്താ പറയാ, ആര് കണ്ടാലും ഒരു അസൂയപ്പെടുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയായിരുന്നു. അത് ഇപ്പം തീർച്ചയായിട്ടും അയാളുടെ സോഷ്യൽ മീഡിയകളിലെ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ റീലുകളിലും ഇപ്പോൾ ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്, നിന്റെ തീർന്നില്ലേ, നീ അങ്ങനെ ആയില്ലേ ഇങ്ങനെ ആയില്ലേ എന്നുള്ളത്. അപ്പം ഉള്ളത് പറയാം, ഒരു വ്യക്തിക്ക് ചിലപ്പം പല പ്രശ്നങ്ങളും ഉണ്ടാവും, നമുക്കൊക്കെ സംഭവിക്കാവുന്നതേ ഉള്ളൂ. പുള്ളിനെ സംബന്ധിച്ച് ചിലപ്പോൾ ഈ 5 വർഷത്തെ ജയിൽ എന്ന് പറയുന്നത് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. എങ്കിൽ പോലും ആളുകൾ അദ്ദേഹം ഒരു ഇവന്റ് നടത്തിയ സമയത്ത് അല്ലെങ്കിൽ ഒരു പർച്ചേസ് നടത്തിയ സമയത്ത് അയാളെ തലയിൽ വെച്ച് നടന്നുകൊണ്ടിരുന്ന ആളുകൾ ഇന്നിപ്പോൾ ഒരു പ്രശ്നത്തിൽ അയാൾ കുടുങ്ങിയപ്പോൾ അയാൾക്കെതിരെ അയാളുടെ സോഷ്യൽ മീഡിയകളിൽ പോലും സംസാരിക്കുകയും കമന്റ് ഇടുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു മാറ്റം, അതും എന്നെ ശരിക്കും അതിശയിപ്പിക്കുന്നു.